മയ്യിലിൽ ഔഷധ സസ്യകൃഷിക്ക് തുടക്കമായി. നടയിൽ ഉദ്ഘാടനം തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ നിർവഹിച്ചു. മയ്യിൽ ഇടൂഴിയില്ലം ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും മലബാർ ഔഷധ സസ്യ കർഷക സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഔഷധ സസ്യകൃഷിക്ക് തുടക്കമായത്. രംഗം ഇനിയും ശക്തിപ്പെടും. വ്യാജന്മാര് ഈ രംഗത്ത് ഇന്ന് സംഘടിതമായി കടന്നു വരാൻ ശ്രമിക്കുന്നത്. അതിനെ തടയാനും സാധിക്കണം. എങ്കിൽ മാത്രമേ ആയുർവേദത്തിന്റെ പ്രശസ്തിയും ആയുർവേദത്തിന്റെ ഫലവും ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് അതിനുള്ള സംരംഭമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. ഇതിന്റെ മറ്റു കാര്യങ്ങൾ ഇത് ഇനിയും ഗവൺമെന്റ് തലത്തിൽ നല്ല പ്രോത്സാഹനമാണ്. അത് സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും ഇത്തരം ചികിത്സാ രീതിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ട്. ഭാരതീയ ചികിത്സയെക്കുറിച്ച് അഭിമാനം കൊണ്ടാൽ മാത്രം പോരാ, അതിനെ സംരക്ഷിക്കാനും അത് ജനങ്ങൾക്ക് ചികിത്സാ രംഗത്ത് പ്രയോജനപ്പെടുത്താനുമുള്ള സംവിധാനം ഏത് ഗവൺമെൻറ് ഉണ്ടാവണം. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും രീതിയിൽ ഇത്തരം സംരംഭങ്ങൾക്ക് സഹായം നൽകാനുള്ള പദ്ധതി ഉണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗം ഉണ്ടാകണം, പ്രസിഡന്റ് അത് പരിശോധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും ചേർന്ന് ഇതിനെ പോഷിപ്പിക്കാൻ കഴിയണം. ഇതിന് മുൻകൈ എടുത്ത ഈ വിവിധ ഏജൻസികളോട്, പ്രത്യേകിച്ച് ഇടൂഴി ആയുർവേദ ട്രസ്റ്റ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിനോട് ഞാൻ ഇടൂഴിയില്ലം ആയുർവേദ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ I ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. മലബാർ ഔഷധ സസ്യ കർഷക സംഘത്തിലെ ഔഷധ കൃഷി നടത്തുന്ന കർഷകർക്കുള്ള ധനസഹായ വിതരണം നിജിലേഷ് പറമ്പൻ നിർവഹിച്ചു. പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ P സുജനപാൽ വിശിഷ്ട അതിഥിയായി. ഡോക്ടർ I ഉമേഷ് പദ്ധതി വിശദീകരിച്ചു. ഔഷധ കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന കുറ്റിയാട്ടൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ KK സുരേഷ് ബാബു നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ ഷീപ, KK രാമചന്ദ്രൻ, VO പ്രഭാകരൻ, VV ബാലകൃഷ്ണൻ, MV കുഞ്ഞിരാമൻ മാസ്റ്റർ, AP ഹരിതൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി ഔഷധ ചെടികൾ വിതരണം ചെയ്തു.